വിളക്ക് വെച്ച് വരുന്നതിന് മുമ്പ് പോകാനാണ് ധൃതി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോ തുടങ്ങും പോണം പോണം പോണെന്ന്. കലക്ടർ പോലും 5 മണി വരെ ഓഫീസിൽ ഇരിക്കും. വിളിമാർക്കോ 3 മണിയാവുമ്പോ പോണം. 3 ജോലിക്കാരുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് വന്നവളാണ് ഞാൻ. ഈ ടൗണിൽ വന്നൊന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. സ്റ്റൗ കേടായെന്ന് പറഞ്ഞല്ലോ, ഞാൻ നന്നായി തരാം. എടാ രഹ്മാനെ ഇവന്റെ ഒടുക്കത്തെ റിപ്പയർ. നീ ഇതൊന്നും ചെയ്യണ്ടാന്ന്. ഇത്താത്ത ധൃതി പിടിച്ച കാര്യം നടക്കില്ല, ഇതിന് കുറെ സമയം എടുക്കുന്നേ. ഓ, നീ ഇതൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞില്ലേ? പോയൊരു പാക്കറ്റ് വെള്ളം എടുത്തോണ്ടോ പോ. ഓ, ഒരു ചെവിയും കൊണ്ട് തോറ്റു. ഇത്താത്ത ഈ ചെരുപ്പ് മതിയോ അതോ മറ്റേ ചെരുപ്പ് വേണോ? ഓ എന്റെ പഠിച്ചോനെ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് ആ കുന്തരാണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്? എടുത്ത് ചെവി വെച്ചൂടെ? എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ ചെല്ലണം. ഷോപ്പിങ്ങിന് പോകുമ്പോഴേ പറഞ്ഞതാ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന്. എല്ലാവർക്കും ഇവിടുന്ന് കഴിച്ചേ ഇറങ്ങും. ആരോടായി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഒന്നുമില്ല. ചോറ് വിളമ്പ്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഓ, വിളമ്പിത്തരാമേ. ഭാര്യ മരിച്ചതിൽ പിന്നെ മാത്യൂസിനെ പണിയിലോട്ട് കാണാറില്ലല്ലോ. ഓ, അച്ഛൻ എന്തിനാ അങ്ങോട്ട് വന്നത്? എനിക്ക് മാത്യൂസിനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ പള്ളി പുതുക്കി പണിയുന്ന കാര്യം മാത്യൂസ് അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ പള്ളിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ സംരംഭത്തിലേക്ക് മാത്യൂസിൽ നിന്നും നല്ലൊരു സംഭാവന പള്ളി പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ മാത്യൂസ് എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛോ, ഉള്ള കാര്യമൊന്ന് തുറന്നു പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളുടെ പള്ളിയിലും പള്ളി പണിയുന്നതിലും വിശ്വാസമില്ല, താല്പര്യമില്ല. അതിന് ഡൊണേഷൻ തരാൻ എൻ്റെ പണവുമില്ല. പിന്നെ അച്ഛന് സ്വന്തം കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞാൻ സഹായിക്കാം. ഐ എം വെരി സോറി. ഞാൻ വരാൻ പാടില്ലാത്തൊരിടത്തേക്കാണ് വന്നത്. ഞാൻ വരട്ടെ. എക്സ്ക്യൂസ് മീ, എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. പ്ലീസ്. നീ ഏതായാലും ദിവസവും കുളിക്കണ്ടല്ലോ, ഇതുകൂടി ഒന്ന് കഴിയൂടാ ഷവി. നാറിയിട്ട് വഴിയിലൂടെ കഴിവേറി ബെൻഡിങ് അടുത്ത് അരഞ്ഞാച്ചരുടെ കെട്ടുന്ന പാർട്ടിയല്ലേ നീ പോടേ. ആഹാ, നീ സംസാരിക്കൊക്കെ പഠിച്ചല്ലേ? തീർച്ചയായും പറയാം. അത് കഴിഞ്ഞ പ്രാവശ്യം വരായിരുന്നത് എക്സാം ആയിരുന്നു. ഇന്ന് രാത്രി പുറപ്പെടുന്ന 10:30 ഫാസ്റ്റിന് ഞാൻ പുറപ്പെടും. ഇവിടെ പാവം, നീ മെസ്സിന് പൈസ എടുത്തില്ലേ? ഇല്ല. നോട്ടീസ് ബോർഡിൽ നിന്റെ പേര് വന്നിട്ടുണ്ടല്ലോ. ഞാനും കണ്ടു. വീട്ടിൽ നിന്ന് പൈസ വന്നില്ലേ? ഇല്ല. എന്താ ഇത്ര ലേറ്റ് ആണ്? നീ ടെലഗ്രാം കൊടുക്കണ? അമ്മാവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ മണിയോട് നേരത്തെ വന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും പൈസ ഇല്ലാണ്ടായല്ലോ. എടാ, ഞാനിപ്പോ വരാം. മാവണേ, മാവണേ, എടാ മാവണേ. നമുക്കിവനെ വെച്ചൊരു കളി കളിക്കും. ഇതെന്താ? ഇതെന്റെ കുതിരയുടെ ആർസി ബുക്കാണ്. കുതിരയുടെ? അതായത് ആ സ്കൂട്ടറിന്റെ. നമുക്കിതിന് ഏതെങ്കിലും ബ്ലേഡ് കമ്പനി പണയം വെച്ചേ ഇത്തിരി കാശ് കിട്ടുമെന്ന് നോക്കാം. വേണ്ട മോനെ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
നിന്റെ സൈക്കിൾ എവിടെ ഉണ്ടാ? ആ അതവിടെ എങ്ങനെ കാണും? ബാബു സത്യം പറ, നിന്റെ വാച്ച് എന്തിട്ടായത്? പറയടാ ബാബു. വിറ്റു. അച്ഛനും അമ്മയില്ലാത്ത ഞാൻ കൂടുതൽ പഠിക്കരുതായിരുന്നു. ലോ കോളേജ് ചേർന്നാണ് ആ കുഴപ്പമായത്. BA കഴിഞ്ഞിട്ട് വല്ല ജോലിക്ക് ശ്രമിച്ചാൽ മതിയായിരുന്നു. അതിന് നീ എന്തിനാടാ വിഷമിക്കുന്നേ? വാ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ആ വാടാ, വാ. പിന്നി കിടന്ന് ചറവറ ഹോണടിക്കണം. ആ നമ്മുടെ ആ വിധവയാ. ആര് നമ്മുടെ കേരള എല്ലാം നമ്മള് വെള്ളം കുടിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ആ നോക്കോ നോക്കോ. അത് കയറി പൊക്കോട്ടെ, അത് പൊക്കോട്ടെ. ആ പൊക്കോ വെച്ചേ. എന്നാ ഇവിടെ ഉണ്ട്. Mister, keep a BP and people sharp. നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? അല്ലെന്നേ. പിന്നെ ഇത്രയും വീതിയുള്ള റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഞങ്ങളൊന്നും കാണാത്ത പോലെ. സത്യമായിട്ടും അല്ലെന്നേ. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, കോളേജ് മുഴുവൻ പറയുന്നതാ. നീ സൂക്ഷിച്ചോ, ലോ കോളേജിലെ പിള്ളേർ നിന്നെ കണ്ടാ വിടില്ല. അനുഭവിച്ചോടാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അവളെ നീ വെള്ളം കുടിപ്പിക്കുന്നു അല്ലേ? ഇപ്പൊ ചേർന്ന് വെള്ളം കുടിക്കുന്നു. അയ്യോ എന്റെ അമ്മേ. നന്നായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ നന്നായിട്ട് വയറ്റിന്ന് പോകണ്ട. സ്കൂട്ടിൽ വല്ലതും പറ്റിയോ? ചെറുതായിട്ടൊന്ന് പോറി. കോപ്പി വയ്ക്കാൻ ചുമ്മാ ഇരിക്ക്. താങ്ക്സ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോവാ. പിന്നെ ആരെയും പോക്കാം. ഒരു 6 മാസം കൂടെ കഴിയുമെന്നാ തോന്നുന്നത്. എന്റെ ഈശോയെ, ഞാൻ എന്താ കേൾക്കണേ? 6 മാസോ? അന്ന് ഞാൻ സ്കൂട്ടറിൽ മുട്ടിയത്, കാർ ഓടിച്ചത്, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. മനഃപൂർവ്വമല്ലായിരുന്നു. കൂട്ടുകാരികൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കൂ. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയുമില്ല. പിന്നെ അന്ന് കൂട്ടുകാരികളുടെ ഇടയിൽ വെച്ച് ഞാൻ കുട്ടിയെ വിളിച്ചു ഓർക്കുന്നുണ്ടോ? കോളേജ് വെച്ച് നടന്ന സംഭവത്തിന് ക്ഷമ ചോദിക്കാനായിരുന്നു. ഐ എം വെരി സോറി അബൌട്ട് ദ ഇൻസിഡന്റ്. നന്ദി ഇറങ്ങട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. കൂട്ടുകാരോടൊക്കെ പറഞ്ഞ കേട്ടോ ഇങ്ങോട്ട് വരാൻ. ഞങ്ങളിവിടെ ബോറടിക്കാനേ. ചവി, ഈ ചെറ്റിക്കളി ഒരു ലൈനാണെന്ന് തോന്നണേ. പോടാ. നിനക്ക് എന്തിട്ട് അറിയാന്ന് കുരിശേ? ഇത് ലൈൻ തന്നെയാണ്. ബാബുവിനെ ഒന്ന് കിട്ടുമോ? കിട്ടുമല്ലോ. എന്ത് വിലക്കാണെങ്കിൽ എടുക്കും. ആരാ സംസാരിക്കുന്നേ? ആരെന്താ പേര് ചോദിക്കടാ. പേര് ചോദിക്ക. ഹലോ, ഞാൻ പാവണ്ണാണ്. കസിനോ? അതെ അതെ, ഞാനറിയാത്ത കസിൻ. പേരെന്തിട്ടാ കുട്ടിയുടെ? പേര് മറിയമ്മ. ബാബുവിനെ വേഗം ഒന്ന് വിളിച്ചേ. ആ വിളിക്കാം. ഓൾഡേ ഞാൻ റഹ്മാനാണ്. വിളിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. ജീവിതത്തിന്റെ വിധി. ഹലോ. ഹലോ, ബാബു ആണോ? ഞാനാണ് വിനി. ആ മറിയാമ്മല്ലേ? നീ എപ്പോ വന്നു? ആ വൈകുന്നേരം കാണാം. അവിടെ തന്നെ.
ഇതാണ്ടായി മറിയാം കസിൻ. അതൊക്കെ ഉണ്ടടാ. ഇവിടെ നായർക്കെങ്ങിന്റെ ക്രിസ്ത്യാനി കസിനാണ്. അതേ, എന്റെ അമ്മാവൻ പണ്ടൊരു ക്രിസ്ത്യാനി പെണ്ണെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അതിലുണ്ടായതാ. എന്നിന്റെ ചെവി എന്റെ അടുത്ത് വേല? അത് നമ്മുടെ ആ കെയർ ഫ്രീ അല്ലേ? ഒന്ന് പോടാ. ചെവിയിൽ ആ കുന്ത്രാണ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവനും ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേ. അല്ലേടാ എടുക്കാൻ മറന്നു തോന്നണം. എങ്ങനെയാ ക്രിസ്ത്യാനി കസനാവണേ? പാവുണ്ടെ ഇവനെയെ വിളിക്കുന്നതെന്ന് അറിയോ? എന്താ? കെയർ ഫ്രീ. അയ്യോ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് എന്താ എന്നോടത്തെ താല്പര്യം തോന്നാൻ. എന്തോ എനിക്കറിയില്ല. എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? വിനി, നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം വെറും ഒരു കോളേജ് റൊമാൻസ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ബാബു എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് എന്നെ കുറിച്ച് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും വിനിതയെ ആഗ്രഹിച്ചുകൂടാ. എനിക്ക് മനസ്സിലായി ബാബു. എന്റെ വീട്ടിൽ എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ എന്തോ ഒരു കുറവ്. ആ കുറവ് എന്താണെന്ന് മനസ്സിലായത് ബാബുവുമായി അടുത്തതിന് ശേഷമാണ്. പറയാൻ എളുപ്പമാണ് കുട്ടി. അർഹിക്കാത്ത ആഗ്രഹിക്കുന്നവരുടെ അനുഭവം ദുഃഖമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ ദുഃഖം ബാബുവുമായി പങ്കിടാൻ ഞാൻ ഒരുക്കമാണ്. വിനി, നമുക്ക് പോവാം. എന്താ എത്ര ധൃതി? കുറച്ചു നേരം കൂടി ഇരിക്കാമെന്നേ. നേരെ ഒരുപാടായി, നമുക്ക് പോവാം. മാത്യു സാർ ഇവിടെ ഇല്ലേ? സാറ് മോളിലുണ്ട്. നിങ്ങളാണോ ബാബു? അതെ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? ബൈ 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 ബൈ. എന്റെ മകളെ ഞാൻ കോളേജിൽ അയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. കണ്ട ആലവലാദികൾ അവളുടെ പുറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ലോ കോളേജിലെ തെമ്മാടികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മകൾ പഠിക്കുവാനാണോ കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മകളോടാണ്. നിങ്ങളുടെ മകളുടെ പുറകെ ഒരു അലവലാതി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേ ലോ കോളേജിൽ പഠിച്ച തെമ്മാടികളാണ് ഇന്ന് നിങ്ങൾ ബഹുമാനിക്കുന്ന സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജിമാർ. അതിന് അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം, അല്ല നിന്നെ പോലുള്ള ഇരപ്പാളികളല്ലടാ. ഇത് പറയാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇനി എനിക്ക് പോകാമല്ലോ. പിന്നെ കൊട്ടാരത്തിൽ മാത്യൂസിന്റെ മഹത്വം കണ്ടിട്ടല്ല നിങ്ങളുടെ മകളെ ഞാൻ സ്നേഹിച്ചത്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അത്രമാത്രം. കൊട്ടാരത്തിൽ മാത്യൂസിന്റെ മകളെ നീ സ്നേഹിക്കും, അല്ലടാ തെണ്ടി. എന്റെ മുറ്റ പഠിക്കുന്ന ചൂരിന്റെ വിലയുണ്ടോ നിനക്ക്? മിസ്റ്റർ മാത്യൂസ്, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ടാവും. ഇത് രണ്ടും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, സംസ്കാരം. അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിച്ച ഭാഷയ്ക്ക് ഞാൻ മറുപടി പറയാത്തത്. ഓ, ഒരു സംസ്കാര സമ്പന്നൻ വന്നിരിക്കുന്നു. നിന്റെയൊക്കെ സംസ്കാരം കൊണ്ടാണടാ അനാഥാലയത്തിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാളിന്റെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ അന്ന് നിനക്ക് എന്റെ തനിനിറം കാണേണ്ടി വരും. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും. പിന്നെ നിങ്ങളുടെ തനിനിറമല്ല, ഏത് നിറം മാറിയാലും എനിക്കൊരു ചുക്കുമില്ല. റാസ്കൽ! ഡാഡി കൈ ഓങ്ങിയത് ആരുടെ നേർക്കാണെന്നറിയാമോ?
ഡാഡിയുടെ മകളുടെ ഭർത്താവിന്റെ നേർക്കാണ്. വിനി, അതെ ഡാഡി. നിനക്ക് ഇത്രയും ധിക്കാരമോ? ഇന്നു മുതൽ നീ എന്റെ മകളല്ല. Get out! വിനി, നീ എന്തായി പറഞ്ഞത്? നിനക്ക് ഭ്രാന്തുണ്ടോ? ബാബുവും ഡാഡിയും തമ്മിലുള്ള സംസാരം മുഴുവനും ഞാൻ കേട്ടു. ഇതല്ലാതെ എന്റെ മനസ്സിൽ വേറൊന്നും തോന്നിയില്ല. അതുകൊണ്ട് എന്ത് അഭിപ്രായമാണ് നീ കാണിച്ചത്? ഞാൻ ചെന്ന് നിന്റെ ഡാഡിയോട് പറയാം. വേണ്ട, എന്റെ ഡാഡിയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ബന്ധത്തെ ഡാഡി ഒരിക്കലും അംഗീകരിക്കില്ല. നമ്മളിനെ എന്ത് ചെയ്യും? എനിക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ബാബു ധൈര്യമായിരിക്കൂ, നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഇതെല്ലാം എടുത്ത് കത്തിച്ചു കളയ. അവളുടെ ഓർമ്മ പോലും ഇവിടെ അവശേഷിക്കരുത്. മാത്യൂസ് ഇതുവരെ തോറ്റിട്ടില്ല. വരൂ. ഇരിക്കൂ. വിനി അകത്തേക്ക് കൊണ്ടു വരൂ. എന്താ ബാബു, എന്താ ഉണ്ടായത്? കാര്യത്തിന്റെ ഗൗരവം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി എന്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ബാബു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ പോരാ, യുക്തിയും കൂടി ഉപയോഗിക്കണം. സാർ, വിനി അവളൊരു പെൺകുട്ടിയാണ്. അവളുടെ അഭിപ്രായങ്ങൾക്ക് ആ വിലയെ കൽപ്പിക്കാവൂ. പ്രേമവിവാഹത്തിന് ഞാൻ എതിരല്ല. പക്ഷേ നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അമ്മാവൻ ഈ ബന്ധത്തെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് മാത്യൂസിനെ അറിയില്ല. അയാൾ ഒരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ സാർ. ഞാൻ സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമോ? സാർ വേണ്ട, സമയം വളരെയായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. വരൂ. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ധൈര്യമേ പഴയ കാലമൊന്നും അല്ല. ദേ, അവരിവിടെയാണെന്ന് മാത്യൂസ് അറിഞ്ഞാൽ മോശമല്ല. പിന്നെ എങ്ങനെയാ? അതിന് അർദ്ധരാത്രി അവരെ ഇവിടെ ഇറക്കി വിടണോ? നീ ഇവിടെ നടക്കാൻ നോക്ക്. പിന്നെ അവരിവിടെ തന്നെ താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്കിഷ്ടക്കേടുണ്ടായിട്ടൊന്നുമല്ല. ആ മാത്യൂസ് അറിഞ്ഞാൽ അയാളുടെ പ്രകൃതം അറിയാമല്ലോ.
നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ തന്നെ നമുക്ക് വേറൊരു വീട് കണ്ടുപിടിക്കണം. ഡാഡി അറിഞ്ഞാൽ അങ്കിളിനാ മോശം. 2-3 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയി കൊടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് ഈ വള വിൽക്കാം. അത് മോശമല്ലേ? അതിനെന്താ വിനീ, എന്ന് നനഞ്ഞ ഇഡലി എന്നെ താത്ത. ആ, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാനേ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ. അതിന് ഞാൻ പറഞ്ഞല്ലോ വേണ്ടാന്ന്. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. എനിക്കും ഉണ്ടല്ലോ ഒരു സൈക്കിൾ. അതിൽ കൊണ്ടുവന്ന് കാറടിക്കാൻ ഒരു പെണ്ണിനും തോന്നിയില്ലല്ലോ. നീ വാചടിക്കാതിരുന്ന് കഴിക്ക്. ഇന്നെന്താ ഇഡ്ഡലിക്ക് സാമ്പാറില്ലേ, മുളക് പൊടിയില്ലേ? ഇങ്ങനെ ഓരോ വിധമായിട്ട് വേണമെങ്കിലേ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് നിർത്തണം. ഇന്നലെ ഒരുത്തി വന്നിരുന്നല്ലോ, എന്താ അവളെ നിർത്താഞ്ഞത്? ആ, കൊള്ളാം. അവളുടെ ഡിമാൻഡ് കേട്ടാലേ കുറെ നിർത്തും. എന്താ ഡിമാൻഡ്? ആ, അവൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ സിനിമയ്ക്ക് പോണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സിനിമയ്ക്ക് പോകാറില്ല എന്ന്. അപ്പൊ അവള് പറയണേ, കൊച്ചമ്മ വരണമെന്നില്ല, ഞാനും സാറും കൂടെ പൊയ്ക്കോളാന്ന്. അവൾ ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കും താത്ത. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേണ്ട സർ, ഇതിരിക്കട്ടെ. ബാബുവിന് പണത്തിന് ആവശ്യം ഉണ്ടാവും. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല കൊച്ചു വീട്. നമുക്കിവിടെ കട്ടനിടാം. അതൊക്കെ സാവധാനം മതി. നീ ഇത് ചായ എടു. ഇങ്ങനെയല്ല കത്തിക്കേണ്ടത്, ഞാൻ കാണിച്ചു തരാം. ആ, വേഗം ഉണ്ടാക്കി. ഒരൊറ്റ കേൾക്കുന്നു. നീ ഇതൊരു വെള്ളം നിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ബാബു ഇതൊക്കെ എങ്ങനെ പഠിച്ചു? വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മ വരും. പിന്നെ ഞാനും അച്ഛൻ മാത്രമായി. പ്രായത്തിൽ അച്ഛനാണ് എന്റെ ഗുരു.
അതിപ്പോ ഏതായാലും ഉപകാരമായി. ഞാൻ വിളമ്പാം. അയ്യോ കടയിലെ മോളെ, കിലോയ്ക്ക് 6 രൂപ വിലയാണ്. അത് വേണ്ട വേണ്ട. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞുതരാം. എല്ലാം നോക്കി പഠിച്ചോണം. എങ്ങനെയുണ്ട് നമ്മുടെ കുക്കിംഗ്? ഉഗ്രൻ. താങ്ക് യു. എന്തൊരുപ്പ്! നീ എങ്ങനെ കഴിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല. മോളെ കലക്കുണ്ട്. അവനെ കണ്ടിട്ട് എത്ര നാളായി, ഞങ്ങളൊക്കെ മറന്നുപോയോ? അങ്ങനെയൊന്നും ഇല്ലാത്ത. നീ അകത്തോട്ടോ. മോന്റെ അഡ്മിഷന് വേണ്ടി ഓടി നടക്കായിരുന്നേ. എന്ത് ഡിമാൻഡാ! 5000 രൂപയെ ഡൊണേഷൻ. മോളെ നഴ്സറി ചേർത്തില്ലേ? 4 വയസ്സല്ലേ ആയുള്ളൂ. അടുത്ത വർഷം വല്ല സർക്കാർ സ്കൂളിലും ചേർക്കണം. ഞാൻ വരട്ടെ. ഒരു ഗ്ലാസ് ചായ കൂടി കഴിക്കാതെ പോവാണോ? ഒന്നും വേണ്ട, ഇപ്പൊ ഞങ്ങൾ കഴിച്ചോളൂ. ഇല്ലടാ, നീടോ എന്താ ഇരിക്കട്ടാ. വേണ്ട സാറില്ലടാ, ഞാനല്ലേ. നീ വെച്ചോ. ബാബു, വീട്ടു സാധനങ്ങളെല്ലാം തീർന്നു. ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. സാറ് വരണം. എന്താ ബാബു, സുഖം തന്നെയല്ലേ? അതെ സാർ. ഇരിക്കൂ. മോളെവിടെ? അടുത്ത വീട്ടിലുണ്ട്. എപ്പോ നോക്കിയാലും അവൾ അവിടെ തന്നെയാ. അവിടെ അവൾക്ക് കളിക്കാൻ കൂട്ടുണ്ട്. അതാ. മോളെ, ഷാലു മോളെ, ഞാൻ ഇപ്പൊ വരാം. സാറിരിക്കും, ഞാനിപ്പോ വരാം. പാലും പഞ്ചസാരയും ഒന്നുമില്ല. ഇപ്പോഴെന്താ ചെയ്യാ? നീ പോയി സാറുമായിട്ട് സംസാരിച്ചിരിക്കും. ഞാൻ പോയി ചായ വാങ്ങിച്ചിട്ട്. അങ്കിളിനെ കാണുന്നില്ല. സാറിന് കാണുന്നില്ല. നമ്മൾ പാലും പഞ്ചസാരയും ഇല്ലെന്ന് പറഞ്ഞത് അങ്കിൾ കേട്ടുവാണോ? ഞാൻ പുറത്തു വിട്ടു. ബാബു, ബാബു, ബാബു ഇവിടെ പോയി. ബാബു വന്നാൽ എന്നെ ഒന്ന് കാണാൻ പറയും.
ബാബുവിന് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമല്ലോ. അറിയാം സാർ. കമ്പനി വക സ്കൂട്ടർ ഉപയോഗിക്കാം. താങ്ക് യു സാർ. അപ്പോ ബാബുവിന് നാളെ തന്നെ ജോയിൻ ചെയ്യാമല്ലോ. ഓ യെസ്, ഹി ക്യാൻ ജോയിൻ ടുമോറോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോഴേ പ്രിൻസിപ്പൽ സാറേ വീട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായി? അതിന് തനിക്കും അങ്ങോട്ടേക്ക് ആകാമല്ലോ. ശരി, അടുത്ത ഞായറാഴ്ച ഞാനും കുടുംബവുമായി അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, ശരി. ഹലോ, ഞാനാ ശാലുമോളാ. വേണ്ട മോളെ. മോള് പേടിച്ചു അല്ലേ? മോള് പേടിച്ചില്ല. ഓ താങ്ക് യു ഇരിക്കെ. ഇപ്പൊ ഗ്രേപ്സ് എടുത്തരാ. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷം? നല്ല ഭർത്താവ് എവിടെ? ഓഫീസിൽ പോയിരിക്കുക. ആ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? F G H I J K L. മോളെ, ഡാഡി, ദാ മോളുടെ സ്കൂൾ യൂണിഫോം. മോളെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന ഡാഡി. ആ, മോൾക്ക് പഠിച്ചു പിടിക്കാവണ്ടേ? ആകണം. മെഡിക്കായിട്ട് മോൾക്ക് ആരാകണം? ഇന്ദിരാഗാന്ധി. ആഹാ. മോക്ക് എന്താ വേണ്ടേ? മോക്ക് ഇത് വേണം. അത് വേണ്ട മോളെ. എനിക്ക് ഇത് മതി. ചാലു പറയുന്ന കേക്ക്. ഇതൊക്കെ ഇതിനകത്താണോ ഇട്ട് വെച്ചിരിക്കുന്നത്? എനിക്ക് ആ മുട്ട വേണം. എനിക്ക് അത് മതി. മമ്മി, പൂ വെച്ചിട്ടാ മമ്മി. ഡാഡി, ആ താക്കോലിങ്ങ തന്നെ. മോൾ ഓടിച്ചാല ഡാഡി മമ്മി പറകലിരുന്നോ? ആ, ഡാഡി സ്റ്റാർട്ട് ചെയ്തരാം. മോൾ ഓടിച്ചു. നിനക്ക് വേണം? ഒരു നാണമില്ല. കൂട്ടറിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അയ്യോ, അതൊക്കെ പറയല്ലേ. അയ്യോ, നേരെ ഓടിക്കുന്നേ. ഇത്ര സ്പീഡ് വേണ്ട ബാബു, വേണ്ട ബാബു. വരുന്നില്ലേ? മോള് വയ്ക്കും. ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ ജാതിക്കാർക്കും വരാം. എന്റെ പള്ളി അമ്പലമൊക്കെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചെല്ലും, ഞാൻ ഒരുമിടെ പോയിട്ട് വരാം. ശരി. ഡാഡി ടാറ്റാ. ടാറ്റ മോളെ.
മിടുക്കി. ആ അങ്കിൾ മമ്മിയോട് അങ്കിൾ. മമ്മി മമ്മി ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. മമ്മിക്ക് എന്താ? മമ്മിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഡോക്ടറോട് പിടിച്ച് കിടത്തിയിരിക്കുക. എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം. ആ മോള് പോയാ മോളെ കുത്തിവെക്കും. എന്നാ മോള് പോണില്ല. ദേ ആഹാ. മോള് പോയി കളിച്ചോ. നല്ല കുട്ടി, മോള് പോയി കളിക്ക്. ആ. അവളൊന്നും അറിഞ്ഞിട്ടില്ല. വിനയെ കൊണ്ടാക്കിയോ? ഉം. എന്നിട്ട് എന്ത് പറഞ്ഞു? പാവം, ഒരുപാട് കരഞ്ഞു. ഇത്ര ചെറുപ്പത്തിലെ ആ കുട്ടിക്ക് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. ആ പിന്നെ ശാലുമോക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാകരുത്. അത് എന്നോട് പ്രത്യേകം പറയണോ? എനിക്ക് പടച്ചോൻ ഒരു കുഞ്ഞിനെ തന്നില്ല. അങ്കിൾ ദേ ആട്. തിന്ന് തിന്ന്. അങ്കിൾ എന്താ ഇത് തിന്നാത്തെ? അതേ വയറ് നിറഞ്ഞിട്ടായിരിക്കും. പിന്നെ കൊടുക്കാം മോളെ. വാ. ടാറ്റാ, പോയിട്ട് വരാട്ടാ. മോൾ അവിടെ ഇരിക്കും. ആ. അങ്കിൾ ഇപ്പൊ വരാം. ഉം. ഹായ്. ആ. My husband is dead in the pie called a pie. Miss soon, miss dry, fly on ഏതായി കുട്ടി? his heart. It John, mice. നീ ഏതാ? ഷാലുമോൾ. നിങ്ങളേതാ? ഇവള് കൊള്ളാമല്ലോ. മോളെ താഴെ ഇറങ്ങ്. ഞാൻ അകത്തൊക്കെ നോക്കി. താനെ പോന്നു. നീ എപ്പോ വന്നു? അങ്കിൾ എന്റെ കൂടെ വന്നതാ. മോളെ താഴെ ഇറങ്ങ്. നീ എന്താ ഈ മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? അങ്കിളിനെ ഇതിലൂടെ നോക്കിയാ വലിയ തടിയിലായി കാണാം. മോള് മുടിക്കുകയാണല്ലോ. ഏതാ കുട്ടി? എന്റെ കസിന്റെ കുട്ടിയാ. അവർക്ക് രണ്ടുപേർക്ക് നൈജീരിയയിലാ ജോലി. ബോർഡിംഗ് ചേർക്കാൻ ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കുക. ഞാൻ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം. വാ മോളെ. ആ. അങ്കിൾ ആ, താഴെ ഇട് മോളെ. എനിക്കത് വേണം. ഓ എനിക്കതും വേണം. നോക്കി ഇതും വേണം. ആഹാ, ഇവള് ആള് മോശമല്ലല്ലോ. മോളെ ഇത് കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ല. ദേ നോക്കി ഇത് മതി. Cheers. ശരി. മോൾ ഉറങ്ങി. നമുക്ക് നിർത്താം. നേരെ ഒരുപാടായി. ശരി. മോളെ ശാലുമോളെ, മോളെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ പാല് കുടിച്ചിട്ട് പോ.
അങ്കിൾ ചിയേഴ്സ്. ആ ഓ ഇവള് കുടുംബകലഹം ഉണ്ടാക്കുമെന്നാ തോന്നുന്നത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് കഴിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ കഴിച്ചില്ല. അതിന് നിങ്ങൾ കുടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോളെ കുടിക്ക്, പോകുന്നതാ നല്ലത്. നല്ല കുട്ടി. ആ ടാറ്റ അങ്കിൾ. ചാച്ചാ. വിനീതയ്ക്കൊരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, അങ്കിളാണോ? അങ്കിളിന്റെ ഫോൺ കാത്തിരിക്കുകയായിരുന്നു. ആ ഞാനിപ്പോ മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ടാ വരുന്നത്. ആ ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാനും മോളും കൂടി വിനിയുടെ വീട്ടിൽ പോയിരുന്നു. അയ്യോ, എന്തിനാ അങ്കിൾ? ഡാഡി അറിഞ്ഞാൽ? എന്റെ മോളാണെന്ന് ഡാഡിയോട് ഒരിക്കലും പറയരുത്. വിനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ ആ പിന്നെ നാളെ ഞാൻ മോളെയും കൂട്ടി വരാം. തീർച്ചയായും വരാം. ഓക്കെ. ആകെ ഒരു മണിയേ ഉള്ളൂ. അതെപ്പോഴും എടുത്ത് ചീത്തയാക്കല്ലേ മോളെ? ഇല്ല. അങ്കിൾ ഏത് നഴ്സറിയിലാ പഠിക്കുന്നേ? ഈ മണിയോ? ഇത് സാധാരണ മണിയല്ല. ഈ അങ്കിളിന്റെ അങ്കിൾ അങ്ങ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. അയ്യോ, ഈ അങ്കിള് അതല്ല ചോദിച്ചത്, പഠിക്കുന്ന കാര്യമാ. ഓ എന്തിനാണെന്നോ? ഈ മണിയുടെ ശബ്ദം കേട്ട് മുമ്പേ പോകുന്ന ആൾക്കാർ വഴിമാറി തരും. നമുക്ക് അപകടം കൂടാതെ വീട്ടിൽ ചെല്ലാം. അയ്യോ, ഈ അങ്കിള്. അങ്കിൾ കാറാണ് ഓൺ അടിക്കുന്ന കേട്ടില്ലേന്ന്. നമുക്ക് പേടിയാവുന്നോ? ആങ്കിൾ പതുക്കെ ചവിട്ടാം. അയ്യോ, ഈ അങ്കിള്. ചെവി കേട്ടൂടെ? എത്ര നേരം ഹോൺ അടിക്കുന്നു? ഹോൺ അടിച്ചൂടെ? കാണാനല്ലല്ലോ ആ സാധനം കാറി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ കണ്ണാടി വെച്ചോണ്ട് ഇറങ്ങി പോരും. ബാക്കിയുള്ള മെനക്കെടുത്ത് വയലേഷൻ സ്ഥാപിക്കൂ. എന്നിട്ട് നമുക്കാവൂത്ത അല്ലേ മോളെ? വേറൊരുത്തിന് മാറണം. കുറേയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്. 6 ഓടിക്കാൻ നടക്കും. അന്നും ചെവി കേട്ടു.